Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള കൊട്ടപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല കൊട്ടപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് 1 കിലോ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. 2 കപ്പ് പഞ്ചസാരയും 8-10 ഏലക്കയും 6 മുട്ടയും. ഇത് ഇവിടെ കിട്ടുന്ന മൈദപ്പൊടിയാണ് കേട്ടോ. ഓൾ പർപ്പസ് ഫ്ലോർ 1 kgയുടെ പാക്കറ്റാണത്. 6 മുട്ടയും പഞ്ചസാരയും ഏലക്കയും മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുഴുവനായും ഇട്ടെടുത്തിട്ട് നല്ല പോലെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ചെറിയ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ 8 മുട്ട എടുക്കണം. വലിയ മുട്ട ആയതുകൊണ്ടാണ് 6 അടിച്ചിട്ടുള്ളത് കേട്ടോ. മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിന് പകരം നമ്മൾക്ക് വനില എസൻസ് 1 ഡ്രോപ്സ് ഇട്ടെടുത്താലും മതി. നല്ലൊരു വെനിലേൻ്റെ ഫ്ലേവർ കൂടി കിട്ടും നമ്മൾക്ക് ഈ കൊട്ടപ്പത്തിന്. മൈദപ്പൊടിനെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കുഴക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് വലിയതിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂട്ട് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ ഇല്ലേ അതുപോലെ ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കുഴച്ചെടുക്കുന്ന ഇതിലാണ് ഈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കൊട്ടപ്പം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നല്ലോണം നമ്മൾക്ക് കൈവച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരുമിച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത മുട്ടയും പഞ്ചസാര കൂട്ടി ഇതിലേക്ക് ഒഴിച്ചെടുക്കണ്ട. ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് പാകത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിനെ കുഴച്ചെടുക്കാം. അപ്പോൾക്ക് ഇതാ 1 കിലോ മൈദക്ക് 6 വലിയ മുട്ടയാണ് കേട്ടോ. ഇവിടുത്തെ നാട്ടിലെ മുട്ടയാണെങ്കിൽ ചെറുത് കിട്ടുന്നുണ്ടെങ്കിൽ 8 മുട്ട വരെ നമ്മൾക്ക് ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ടും ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊട്ടപ്പം തന്നെ കിട്ടും. ഇതിൻ്റെ മധുരം നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് പൊതുവെ മധുരം കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് 2 കപ്പ് ഇട്ടെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1.5 കപ്പോ 1 കപ്പോ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് എന്നിട്ട് ഇതിനെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് അതിനെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയ്ക്ക് നൈസായിട്ട് തിന്നായിട്ട് പരത്തണ്ട. അതിനേക്കാളും കുറച്ച് കട്ടി കൂടുതലായിട്ട് വേണം നമ്മൾ ഇതിനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/2 ഇഞ്ച് കനത്തിലൊക്കെ ആയിട്ട് വേണം നമ്മൾ ഇതിനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഇത് പരത്തുന്ന ടൈമിൽ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. എളുപ്പത്തിൽ ഇത് പരത്തിയൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് മരുന്നിൻ്റെ അതുപോലത്തെ എസൻസിൻ്റെ ഒക്കെ അടുപ്പുണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ അടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. 3 ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനെ മറ്റേ ക്യാഷ്യൂനട്ടൊക്കെ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ നാട്ടിലങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കൊട്ടപ്പം ക്യാഷ്യൂനട്ടിന് നമ്മളവിടെ പറയൽ കൊട്ട എന്നാണ്. അങ്ങനെയാണ് കൊട്ടപ്പമായി മാറിയിട്ടുള്ളത്. ഈ അപ്പത്തിന് 3 കട്ട് അപ്പം എന്നൊക്കെയും ഇതിനെ പേര് പറയാറുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ പഴമക്കാർ മുതലേ പറയുന്നുള്ളത് കൊട്ടപ്പം. പെരുന്നാൾക്ക് കൊട്ടപ്പം ചുറ്റിന ബാട്ടത്തിൽ ഉണ്ടാക്കിന പൊരിയുണ്ട ഉണ്ടാക്കിന അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഫോൺ വിളിച്ചാൽ ചോദിക്കാറുള്ളത്. നമ്മളെ നാട്ടിൽ മസ്റ്റാണ് പെരുന്നാളിന് കൊട്ടപ്പം. എല്ലാ അപ്പത്തിൻ്റെ റെസിപ്പി ഒരു വീഡിയോ ആയിട്ടും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ വെച്ചിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അതൊക്കെ വേണ്ടെന്നുള്ളവർ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് അതിലേക്ക് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടാണ് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എണ്ണ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ അത് കുറച്ച് എക്സ്പീരിയൻസ് എന്തായാലും വേണം കേട്ടോ. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമില്ലേ, ആ ടൈമിൽ ആക്കിയിട്ട് നമ്മൾക്ക് അതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. അത്രയേ ഉള്ളൂ നമ്മൾ ഈ കൊട്ടപ്പം ഉണ്ടാക്കുന്ന പ്രൊസീജിയർ. ഇതാ കണ്ടില്ലേ, നമ്മളുടെ ഗോൾഡൻ ബ്രൗൺ കളർ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ടൈമിലാണ് ഇതിൽ നിന്ന് കോരി മാറ്റേണ്ടത്. നമ്മൾ നല്ലോണം കളർ ചേഞ്ച് ആയിട്ട് നല്ല കരിഞ്ഞിട്ടൊന്നും എടുക്കണ്ട. ഇങ്ങനെ എടുത്താൽ തന്നെ മതി. നല്ല
വർഷങ്ങളോളം ഇത് കറുമുറായിട്ട് തന്നെ ഇരിക്കും. ഒട്ടും സോഫ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. നാട്ടിലൊക്കെ ചിലയിടത്ത് ഞാൻ കാണാറുണ്ട് ഈ കൊട്ടപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ, അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ആവുന്നത് കൊണ്ടാണ് അത് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നല്ല കറുമുറാന്നിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.